ഹലോ, വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. ഇപ്പം നാളെ ഫെബ്രുവരി 14th ആണ്, വാലന്റൈൻസ് ഡേ ആണ്. അപ്പം നമ്മളൊരു ക്രാഫ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അതൊക്കെ ഇഷ്ടമായി. കുറേ കമൻസൊക്കെ എല്ലാവരും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുള്ള കമൻസൊക്കെ കണ്ടു. വളരെ സന്തോഷം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇട്ടുന്ന ദിവസം ഫെബ്രുവരി 14th ആവും. ഇന്നിപ്പോൾ ശരിക്കും ഫെബ്രുവരി 13th ആണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു ഓഫീസിൽ നേരത്തെ ഇറങ്ങിയതാണ്. ഒരു ഗിഫ്റ്റ് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. വാലന്റൈൻസ് ഡേന് എന്താ സ്വപ്നയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയ സമയത്ത് അവള് കുറേ തിരഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ഡെനിം ജാക്കറ്റ്. അപ്പോൾ അതൊന്ന് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ. കാരണം എന്തെങ്കിലും ആവശ്യമുള്ളത് മേടിച്ചാലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ അവളത് കുറേ തിരയുന്നുണ്ടായിരുന്നു, ഡെനിം ജാക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് മേടിക്കട്ടെ വെച്ചിട്ടുള്ള പരിപാടിയിൽ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കുറേ കണ്ടീഷൻസ് അന്നിപ്പോൾ അത് ഇട്ട് നോക്കുന്ന സമയത്ത് അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അതിന് ഇറക്കം കുറവുള്ളത് വേണം, ബ്ലൂ കളർ വേണം, പിന്നെ കുറച്ച് കട്ടിയുള്ള ജാക്കറ്റ് ടൈപ്പുള്ളത് വേണം, പിന്നെ എന്തായിരുന്നു അധികം ഫാൻസി വർക്ക് പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ നോക്കിയൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അവിടെ നോക്കിയത്. അപ്പോൾ അങ്ങനെ കുറേ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ അങ്ങനത്തെ സെയിം എനിക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മേടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കട്ടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള ഓപ്ഷൻസൊക്കെ ഒന്ന് നോക്കട്ടെ. ഞാൻ വിചാരിച്ച പോലുള്ള സംഭവം കിട്ടുമെന്നുള്ളത് നോക്കട്ടെ. ആദ്യം ഷോപ്പിലൊന്ന് പോയി നോക്കുകയാണ്. അവിടെ പോയിട്ട് അത് സംഭവം ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ, എന്നിട്ട് ബാക്കി സ്ഥലങ്ങൾ നോക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകളിൽ സ്റ്റാർസും ഹൈലൈറ്റും ഭയങ്കര തിളക്കോ സംഭവം, കുറേ മുത്തൊക്കെ കെട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടാവില്ല. ഷോപ്പിലെ ഓപ്ഷൻ എനിക്ക് അത്ര ഇഷ്ടമായില്ല, ഭയങ്കര ഫാൻസി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് സംഭവം കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ആ ഫാൻസി ഭയങ്കരമായിട്ട് കീറിയതും അതായത് ആൾക്കാർ ഇഷ്ടമാവുന്നു. കുറച്ചുകൂടി ഒന്ന് നോക്കിയായിട്ടൊരു സ്റ്റാൻഡേർഡ് ഓപ്ഷൻ കിട്ടുമെന്നുള്ളത്. ഫുൾ സ്ലീവ് കിട്ടുന്നില്ല, ഹാഫ് സ്ലീവ് ഉണ്ട്. പിന്നെ സൈസ് നോക്കണം, പിന്നെ അതിൽ കുറച്ച് ഫാൻസി ഐറ്റംസ് കൊണ്ട് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സംഭവം ശരിക്കും കിട്ടാത്തത്. ഇതാണ് വന്ന് കാണിച്ചത്, പക്ഷേ ഇതിൻ്റെ മുകളിൽ ആകെ എഴുത്തും കുത്താണ്. അതൊന്നും ശരിയാവില്ല, ഇതൊന്നും അവൾ ഇടുണ്ടാവില്ല. അങ്ങനെ ഫുൾ എഴുത്തുള്ളൂ. വേറെ ഓപ്ഷൻ നോക്കട്ടെ. ഈ കളറും എനിക്കിഷ്ടമായില്ല, അവിടെയും കിട്ടിയില്ല. അപ്പോൾ ഇനി വേറെ എവിടെ ഒരു 1-2 ഷോപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കുകയാണ്. ഇവിടെ ഒന്ന് കണ്ടു, പക്ഷേ ഇതിൻ്റെ കോളറ് ഇങ്ങനത്തെ ടൈപ്പാണ്, അതിഷ്ടാവില്ല. നടന്ന് തളർന്നു. ഈ 1-2 ഷോപ്പിൽ കൂടി അന്വേഷിച്ചു പോട്ടെ, നമ്മുടെ സൈസിനനുസരിച്ചുള്ള കിട്ടുന്നില്ല. ഫൈനലി അന്വേഷിച്ച് നടന്ന സാധനം മുതൽ ഇതാ കിടക്കണു. സാരേന്നാണ് എനിക്ക് കിട്ടിയത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ, സൈസും കറക്റ്റാണ്. പിന്നെ അധികം ഫാൻസി ഇല്ല, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. പിന്നെ അവൾക്ക് ഇറക്കം അധികം പാടില്ല. അങ്ങനെയൊക്കെ അന്ന് അതെടുക്കുമ്പോൾ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒത്തു വന്നപ്പോൾ ഇത് മാത്രമാണ്. ഇതിൻ്റെ മുന്നേ കുറേ നോക്കിയിരുന്നു, പക്ഷെ അതൊന്നും മാച്ചായി കണ്ടില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. 2590 ആണ് റേറ്റ്. അങ്ങനെ ഒരുപാട് അണിഞ്ഞ് നടന്നതിന് ശേഷം നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഡെനിം ജാക്കറ്റ്. അവിടെ അന്ന് ഷോപ്പിംഗ് മോളിൽ അവിടെ ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ അന്ന് അവിടെ നോക്കിയ പ്രകാരമുള്ള എല്ലാം കറക്റ്റ് സെയിമാണ്. താങ്ക് യു സാറ. ഉള്ള പരിപാടി സംഭവം നേരെ വന്നിട്ടുണ്ട്. ഇനി വേഗം വിടാൻ വീട്ടിലേക്ക്. ഓക്കെ, ബായ്. അപ്പം ഈ നാളെ എങ്ങനെ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് ഞാൻ നോക്കട്ടെ, ഞാൻ പറയാം. ഒന്ന് ആലോചിക്കട്ടെ. ഇവിടെ വന്ന് താഴെ വന്ന് വിളിച്ചു നോക്കുമ്പോൾ സ്വപ്നം ഇതുകൂടി താഴെ നടക്കാൻ പോയിട്ടുള്ളൂ. അപ്പം
അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല, വേഗം ഉള്ളിൽ കയറി. ഇത് എവിടെയെങ്കിലും എന്താ വൃത്തിയിൽ വന്നു ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പുറപ്പെടുകയാണ്, വരുമ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും, അപ്പം കാണിക്കാം. ഇത് നോക്ക്, സ്വപ്പ് വേഗം വാ. എത്ര നേരം വെയിറ്റ് ചെയ്യണോ? വന്ന് ജസ്റ്റ് ഒന്ന് വിഷു പറഞ്ഞാൽ മതി. എത്ര നേരമായി? ഇതെന്താ എത്ര നേരം വിളിക്കണം? ഇതെന്താ സാധനം? ഏത്? ഇത് എനിക്കറിയില്ല. അറിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുക. ഇതെന്താ? നോക്കിട്ട് അയ്യോ ശരിയാട്ടാ. വിത്തു റെക്കോർഡ് റെക്കോർഡില്ല. നോക്കിട്ട് നീ അന്ന് വേണ്ട വെച്ചിട്ട് മീൻസ് നിനക്ക് കിട്ടാതെ പോന്നല്ലേ. സൂപ്പർ സൂപ്പർ ജാക്കറ്റ്. നീ ഇഷ്ടപ്പെട്ടെ? അത് കറക്റ്റ് കേട്ടോ. അന്ന് കണ്ടത് ഒരു സുഖം ഉണ്ടായിരുന്നില്ലേ അല്ലേ? ഇത് പെർഫെക്റ്റ് ആണ്. വാവ്, അടിപൊളി. എങ്ങനെയുണ്ട് വിത്തു? നല്ല രസമുണ്ട്, അടിപൊളി. ചെറിയ ടോപ്പിന്റെ കൂടെ അടിപൊളിയായിട്ടിട്ടുണ്ട്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഒരു പൊക്കെ മകളെ ചേർച്ചായിരുന്നു, പിന്നെ ചേച്ചി വെറുതെ പൊക്കെ. ഞാനിപ്പോ എന്താ വാങ്ങാനുള്ള? അതെ, ഇത് റെക്കോർഡാട്ടോ. അയ്യേ, ഹലോ. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു കഷ്ടം സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാരണം ഇതാ ഗിഫ്റ്റ് ഞാൻ അടിപൊളിയാണ്. ഞാൻ കുറെ കാലമായിട്ട് വിചാരിച്ചിട്ടുള്ള ജാക്കറ്റാണ്. ഇപ്പോഴും ഇത് എവിടെ പോയിട്ട് മേടിച്ചത്, അത് മേടിക്കാൻ വേണ്ടിട്ട് ഞാൻ കിടന്ന് അറിഞ്ഞു. ഒന്നും അവള് കണ്ടിട്ടില്ല. അത് കണ്ടിട്ടില്ലല്ലോ. കാരണം ക്യാമറ രണ്ടും ഇവിടെയാണ്. മൊബൈലില് ഞാൻ എടുത്തിട്ടുണ്ട്. അയ്യോ, കാണിച്ചുതരാം. ഇതിപ്പോ എല്ലാ കൊല്ലം സർപ്രൈസ് തരാറുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ആദ്യമായിട്ട് തരുന്ന പോലെ കാണിക്കില്ല, എല്ലാ കൊല്ലം തരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്ക് പുറത്ത്, അതായത് നമ്മള് ലോണാവാല പോവാണ്, ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ട്രിപ്പാണ് സർപ്രൈസ് എന്നാണ് വിചാരിച്ചത്. സർപ്രൈസ് അല്ല, ട്രിപ്പാണ് ഗിഫ്റ്റ് എന്നാണ് വിചാരിച്ചത്. എല്ലാ കൊല്ലം എന്തെങ്കിലുമൊക്കെ ഇട്ട് തരും. അപ്പൊ ഇപ്രാവശ്യം ട്രിപ്പ് പോവാന്ന് മുൻകൂട്ടി പറഞ്ഞപ്പോ വിചാരിച്ചു ട്രിപ്പ് പോകുമ്പോ പിന്നെ ട്രിപ്പ് തന്നെയല്ലേ ഗിഫ്റ്റ് ഉണ്ടാവുക. അപ്പൊ പിന്നെ വേറെ ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വാലന്റൈൻസ് ഡേക്ക് വിഷ് ചെയ്യാം, കാരണം നാളെ രാവിലെ പോവാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ വിഷ് ചെയ്യണം, നമുക്കൊരു ഫോട്ടോ എടുത്താൽ പോരെ. ഫോട്ടോ ഇട്ടിട്ട് പണ്ടത്തെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇടാം. ഇനിയിപ്പോ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം, പോവാനുള്ള സമയമില്ല. അപ്പൊ എന്നോട് ജസ്റ്റ് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റെഡും മാച്ച് കണ്ടോ, ഞാൻ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വന്നതാണ്, റെഡും. അപ്പൊ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പൗഡറൊക്കെ ഇടാൻ വേണ്ടിട്ട് പോയതാ. കുറെ നേരമായി വിളിക്കുന്നു. അപ്പൊ ഞാൻ പറയും എന്തൊരു ശല്യാണ് ഇത് പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയതാണ്. അല്ല, അപ്പൊ അപ്പൊ ഞാൻ കാരണം നാളെ പോകുന്ന കാരണം ഉറപ്പായിരുന്നൊന്നും ഒന്നും ഉണ്ടാവില്ല. കാരണം നാളത്തെ പോക്കും ഇന്നത്തെ ഗിഫ്റ്റും അങ്ങനെ എന്തായാലും ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ നാളത്തെ ഗിഫ്റ്റ് അതായിരിക്കും ഗിഫ്റ്റ് എന്ന് വിചാരിച്ചു. അപ്പൊ ഉണ്ടടാ ഇവിടെ വന്നപ്പോ ഇങ്ങനെ പലതരത്തിലും എന്നെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ അനുഭവം ഒന്നല്ല കേട്ടോ. ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും എപ്പോഴും എല്ലാ വർഷവും എന്തായാലും സർപ്രൈസ് ഉണ്ടാവും. പക്ഷെ ഞാനപ്പോ അടുത്ത വർഷം വിചാരിക്കും ഓക്കെ ഇങ്ങനെയാവും സർപ്രൈസ് ചെയ്യിക്കാൻ വിചാരിക്കും. അടുത്ത വർഷം വേറെ തരത്തിലായിരിക്കും സർപ്രൈസ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം വേറെ എന്തോ ആയിരുന്നു. അപ്പൊ ഞാൻ ഇക്കൊല്ലം വിചാരിച്ചു അതായിരിക്കും സർപ്രൈസ് എന്ന്. അപ്പൊ ഇന്ന് പറഞ്ഞു നാളെ ട്രിപ്പ് പോവാം. അപ്പൊ വിചാരിച്ചു ഓക്കെ എന്നാ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് സർപ്രൈസ് രാത്രിയാ പറഞ്ഞത് നാളെ രാവിലെ ട്രിപ്പ്
പോവാണെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ ചടപട 3 മണിക്ക് അതുകൊണ്ട് പ്രാവശ്യം ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ നാളെ നമ്മള് ചുമ്മാ കറങ്ങാൻ പോട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ ചിലപ്പോ വാലന്റൈൻസ് ഡേ സർപ്രൈസ് നാളെ രാവിലെ എണീറ്റിട്ട് പറയുന്നുണ്ടാവും ഇന്ന് നമുക്ക് ഒരു റിസോർട്ട് പോവാന്ന് പറയുന്നുണ്ടാവും. സാധാരണ അങ്ങനത്തെയൊക്കെ ആവും. അപ്പൊ പക്ഷെ പിറ്റത്തെ പ്രാവശ്യം അത് ഉണ്ടാവില്ല. അപ്പൊ ഇന്നിപ്പോ നോക്കിയപ്പോ വേറെ സംഭവം. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അതാണ് വാങ്ങി തന്നത്. ഇനി ലജ്ജയോടെ ഞാൻ ചോദിക്കുന്നു, എനിക്കുള്ളത് തരൂ. അതല്ല എന്തൊരു സംഭവം ഉണ്ടായിരുന്നു ദൈവമേ. അല്ല ഒന്നാമത് പറഞ്ഞിട്ടുണ്ട് നോക്കിയിരിക്ക കിട്ടോ കിട്ടിയില്ല ഇരന്ന് വാങ്ങാന്ന് പറഞ്ഞ. അല്ല ശരി, നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ട് ആർക്കും കൊടുക്കരുത്, മനസ്സിലായോ? നമ്മൾ ആർക്കും ഒന്നും ഞാൻ എല്ലാ കൊല്ലം തരാറില്ല, എന്തെങ്കിലും ആയിട്ട് തരാറില്ലേ. ഇപ്രാവശ്യം ഞാൻ ഇന്ന് താഴത്തേക്ക് പോയപ്പോ സത്യമായിട്ട് ഞാന് ഒന്നാമത് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാ ദിവസവും പ്രണയ ദിനം തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം ആഘോഷിക്കേണ്ട ആവശ്യമില്ല. രമേശേട്ടൻ തരും, അത് രമേശേട്ടൻ ഒരു സ്വഭാവമാണ്. അതിപ്പോ വാലന്റൈൻസ് ഡേ എന്നല്ല, ബർത്ത്ഡേ എല്ലാത്തിനും ഒരു ആനിവേഴ്സറി എല്ലാത്തിനും സർപ്രൈസ് തരുന്ന ആളാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതുപോലെ സർപ്രൈസ് എനിക്ക് അറിയില്ല, അതാണ് സത്യം. പിന്നെ ഞാനിപ്പോ ഒരു ഷർട്ടൊക്കെ വാങ്ങി കൊടുത്താൽ ഞാൻ വാങ്ങുന്ന ഷർട്ടൊന്നും ഇഷ്ടാവൂലേ. പിന്നെ ഇപ്പൊ ഞാൻ ഇതിലെ വെറുതെ ഒരു ബൊക്കെ വാങ്ങാറുണ്ട് എല്ലാ കൊല്ലം. ഇക്കൊല്ലം ഞാനും ഇക്കൊല്ലം എനിക്കറിയാം ബൊക്കെ വാങ്ങി വന്ന ഇന്റെ രംഗത്തേക്കെല്ലാം ഇടുന്നത് എല്ലാ പ്രാവശ്യം എല്ലാവരും ഒടുക്കുന്നത്. അതിന്റെ വെറുതെ കുറെ പൈസ 500,000 പോട്ടോ വിചാരിച്ചു. അപ്പൊ നാളെ എന്തായാലും ട്രിപ്പ് പോവല്ലോ. അപ്പൊ ട്രിപ്പ് എന്ന് പറയുമ്പോ 2 പേർക്കും കൂടി നാളത്തെ ട്രീറ്റ് ഉണ്ടാകാം. ഓക്കെ, എന്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഇനി അതൊക്കെ പറയാൻ വൃത്തിയുള്ള ദൈവമേ. അല്ലെങ്കിൽ ഇപ്പൊ അതിനൊക്കെ എന്താ കാര്യമില്ല. സൂപ്പർ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഏതാണ്? സാറ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. എന്താ അറിയോ, നീ അവിടെ പോയി നോക്കിയപ്പോ പറഞ്ഞില്ലേ ഇറക്കം കുറവുള്ള വേണം, പിന്നെ ബ്ലൂ വേണം, അധികം ഡിസൈനുള്ള പറ്റില്ല. അതൊക്കെ ഇതിന് മുന്നേ പോയി നോക്കിയ വ്ളോഗിൽ ഉണ്ട് തോന്നുന്നു അല്ലേ? നമ്മള് വ്ളോഗ് ഇട്ടിട്ടില്ല. വ്ളോഗിൽ ഉണ്ടായ സമയത്ത് പക്ഷെ എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഇഷ്ടപ്പെടുന്നതാകുമ്പോ ഇത്ര നല്ല ക്വാളിറ്റി കളർ കിട്ടില്ല. കളർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിറയെ തൂവലും പൊങ്ങലും അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. കുറച്ചൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ആകുമ്പോ പിന്നെ എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഭയങ്കര ടൈറ്റോ അല്ലെങ്കിൽ ഭയങ്കര ലൂസോ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഷോപ്പിംഗ് മോളിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് എവിടുന്ന് വാങ്ങിച്ചത്? ഞാന് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞാൻ പോരുമ്പോ സത്യമായിട്ട് ഇത് അറിയണ്ടായിരുന്നില്ല കേട്ടോ. എന്താടാ ഹാപ്പി വാലന്റൈൻസ് ഡേ കാർഡ് അപ്പോഴേക്കും ഇറക്കി. മൂപ്പർക്ക് പിന്നെ ഏത് ഡേ ആയാലും ഒന്നും കാണണ്ടാവില്ല കേട്ടോ അവർക്ക്. ഫോട്ടോ എടുത്ത് കാണിക്കാം. ഹാപ്പി വാലന്റൈൻസ് ഡേ വെൻ ബോയ്സ് ഫൈൻഡ് देयर beloved. ദൈവമേ, അപ്പൊ മിത്തുന്റെ ബോയ് ഗേൾസ് ഫൈൻഡ് देयर beloved ഇല്ലേ? ബോയ്സ് മാത്രമേ ഉള്ളൂ. ബോയ്സ് അല്ലേ വാലന്റൈൻസ് ഡേ ആഘോഷിക്കല്ലേ. ഇന്ന് പറയണ്ടായിരുന്നു പപ്പ നാളേക്ക് 7 ബോക്സസ് ഉണ്ടാക്കി തരുന്നത്. ലവ് ബോക്സ് 7 ഫ്രണ്ട്സിന് അവൾക്ക് ഒരു ഫ്രണ്ട് ഒന്നല്ല 7 ബോയ് ഫ്രണ്ട്. ഗേൾ ഫ്രണ്ട്സിന് കൊടുക്കാം. അവൾക്ക് എന്താ വാലന്റൈൻസ് ഡേ എന്നൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങള് അവൾക്ക് ഉണ്ടാക്കി ചേർന്ന് ആൾറെഡി അവളുടെ ഫ്രണ്ടിന് കൊടുത്തു പോകുന്നു. എല്ലാ വർഷവും ഇങ്ങനെ ഓരോന്ന് ഉണ്ടാവുമ്പോ അവൾക്ക് അവളുടേതായ രീതിയിൽ അവൾ ആഘോഷിക്കും. എന്താന്ന് അറിഞ്ഞിട്ടൊന്നല്ല, പക്ഷെ അവള് എൻജോയ് ചെയ്യും. അടിപൊളി. ഫോട്ടോ എടുത്തിട്ട് പപ്പ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്റെ വാലന്റൈൻസ് ഡേ അടിപൊളിയല്ലേ. നാളെ നമുക്ക് ലോണാവാല പോയിട്ട് അടിപൊളിയാവാം. ഞാൻ എന്തെങ്കിലും ട്രീറ്റ് തരാം. ലോണാവാല വേറൊന്നല്ല, ലോണാവാല ഞങ്ങൾ എപ്പോഴും പോകണം. ഇപ്രാവശ്യം ഞങ്ങൾ എന്താ പോവാൻ തീരുമാനിച്ചാല് ഒരു കാരണം കൂടി ഉണ്ട്. പിന്നെ ഒരു മലയാളിയുടെ ഒരു സൃഷ്ടി. അതെ, അല്ല നല്ലത് നമ്മൾ പറയാം. ഒരു മലയാളിയുടെ സൃഷ്ടി ഉണ്ട്. അവിടെ സർപ്രൈസ് ഞങ്ങൾ കാണിച്ചു തരാം. അവിടെ പോയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. മലയാളികൾ വ്യൂവേഴ്സ് ആയ കാരണം എനിക്ക് തോന്നി ഇനി മലയാളികൾക്ക് ഒന്ന് കാണിച്ചു തരാന്ന് ചോദിച്ചപ്പോ ഏകദേശം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആർക്കും അങ്ങനെ അറിയും നമ്മുടെ ഇന്ത്യയിൽ അത് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു മലയാളിയാണ് ചെയ്തതെന്ന് അറിയണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ഇത് നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കേണ്ടത്. ഞങ്ങൾ അന്നൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നാളെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ 2 ഓപ്ഷൻ രമേശേട്ടൻ തന്നു. സാധാരണ രീതിയിൽ എന്താ വെച്ചാൽ പെട്ടെന്നൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുക സർപ്രൈസ് ആയിട്ട്, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ ആദ്യമേ പറഞ്ഞു ഇതെന്ത് പറ്റി, വേറെ സർപ്രൈസ് ഒന്നും അല്ലല്ലോ പ്രാവശ്യം. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഡിന്നറിന് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോണാവാല പോവാം. ഞാൻ പറഞ്ഞു ഡിന്നർ എന്താ ഇപ്പൊ പോയിട്ട് എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നതാണ്.
ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ട്രാവൽ ചെയ്യാൻ നല്ല ഇഷ്ടം. മീൻസ് രാവിലെ നേരത്തെ ഒരു 5 മണിക്ക് എണീറ്റിട്ട് കാറിൽ പോവാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. മറ്റാളാണെങ്കിൽ അതിന് ആളാണ്, കാരണം ചെറുപ്പം മുതലേ നല്ല ശീലമായതുകൊണ്ട് അവളും വേഗം റെഡി ആയിക്കോളും. അപ്പൊ രാവിലെ ഞങ്ങൾ നേരത്തെ സൺറൈസ് ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങള് ആ ലോണാവാലയിൽ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ എത്തുക. നല്ല തണുപ്പ്, ഇപ്പൊ നല്ല തണുപ്പും അല്ലേ, അപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. അങ്ങനെ ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോവാ, അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഡ്രൈവ് ചെയ്യാ. ലോണാവാല കറങ്ങി മടുത്തു അല്ലേ, പക്ഷെ എന്നാലും ഡ്രൈവ് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറഞ്ഞു ലോണാവാല മതി, അതായിരിക്കും രസം എന്ന് പറഞ്ഞു. ചുമ്മാ ഒന്ന് കറങ്ങുക, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, സ്റ്റേയോ അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല. ചുമ്മാ ഒന്ന് കറങ്ങി നമ്മൾ ഒരു ദിവസം ഞങ്ങളൊരു ഒരു ലിസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്, ഏതൊരു ട്രിപ്പിന് പോകുള്ളൂ ആ ലിസ്റ്റുകളൊക്കെ ബാഗിലെടുത്തേക്കും. ചിലപ്പോ അത് ഒരു ദിവസം ആവും, ചിലപ്പോ 2 ദിവസം ആവും, ചിലപ്പോ 3 ദിവസം, ചിലപ്പോ അന്ന് ഞങ്ങൾ തിരിച്ചു പോരും. ഒന്നും പറയാൻ പറ്റില്ല. അതെ, അപ്പൊ അത് ശീലമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞാന് എന്താ ഞാനിവിടെ വെറുതെ കൊണ്ടുപോയിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് പിടിച്ചിരുത്തി റെഡ് ആൻഡ് റെഡ് മാച്ച് ചെയ്യാനൊക്കെ പറഞ്ഞു. ഞാൻ റെഡ് ആൻഡ് റെഡ് ഒക്കെ ഇട്ട് ഇപ്പൊ നേരെ 8:30 രാവിലേക്കുള്ളത് വേഗം പാക്ക് ചെയ്യണം, ഭക്ഷണം കഴിച്ച് വേഗം കിടന്നുറങ്ങിയാലേ രാവിലെ എണീക്കാൻ പറ്റുള്ളൂ. ഒക്കെ റെഡി ആയി നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പരിപാടി എത്തിച്ചത്. ശരി, എല്ലാവർക്കും ഇപ്പൊ നാളെ വീഡിയോ ഇടാല്ലേ? നാളെ നല്ല. അപ്പൊ വീഡിയോ നിങ്ങൾ കാണുമ്പോ അത് ഇന്ന് വാലന്റൈൻസ് ഡേയുടെ അന്നാവും കാണാം. അപ്പൊ എന്താ വെച്ചാൽ വാലന്റൈൻസ് ഡേയുടെ അന്ന് ഞങ്ങള് ഒരു ട്രിപ്പ് പോവാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ട്രിപ്പിന്റെ വീഡിയോസ് ഞങ്ങള് പിന്നെ വ്ളോഗൊക്കെ ഞങ്ങൾ പിന്നെ കാണിക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു വാലന്റൈൻസ് ഡേ. അത് ഇന്നൊരു ദിവസം മാത്രം ആഘോഷിക്കാനുള്ളതല്ല, എന്നും ഇതുപോലെ സന്തോഷത്തോട് കൂടിയിട്ട് എന്നും ഇതുപോലെ വാലന്റൈൻസ് ഡേ പോലെ എല്ലാ ദിവസങ്ങളും ആവട്ടെ. അതെ, അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിട്ട് മാത്രമല്ല, എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ പോലെ നമ്മൾ പിന്നെ സത്യം പറഞ്ഞാൽ എന്തിനാ ഇങ്ങനത്തെ ചില ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാനും ഗിഫ്റ്റ് ഒരു സൈഡിലിരുന്ന് വാങ്ങാനും ഒക്കെ കഴിയട്ടെ എല്ലാവർക്കും. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടം. എനിക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാനാണ് ഇഷ്ടം, മേടിക്കാൻ വലിയ താല്പര്യമില്ല. ഞാൻ ഗിഫ്റ്റുകൾ മേടിക്കാറില്ല ആരടുത്തൊന്നും. ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ദുഷ്ടത്തിയായ ചേച്ചീനെയുള്ള ഏട്ടന് കിട്ടിയെങ്കിലും സത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടൊക്കെ ഉണ്ട്, എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് അത്ര ആഗ്രഹമില്ല ഗിഫ്റ്റുകൾ വേണമെന്നൊന്നും. രമേശേട്ടനെ കൂട്ടിയിട്ടാണ് ഞാൻ പോവാറ്, കാരണം സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുക്കാനാണ് എനിക്ക് താല്പര്യം അധികം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഡോൺ മതി പറഞ്ഞു കൊള്ളാക്കട്ടെ. അല്ലെങ്കിൽ എനിക്കെന്ത് പേടി, എനിക്ക് ശീലാണ്, എനിക്കൊരു പേടിയില്ല. ഒരു കുഴപ്പമില്ല. പിന്നെ എല്ലാവരും നന്നായിരിക്കും, നന്നായി ആഘോഷിക്കും. ഇത് ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ വിഷ് നേരാൻ വേണ്ടിട്ട് വന്നു മാത്രം. അപ്പൊ ഞങ്ങള് റെഡ് ആൻഡ് റെഡ് മാച്ച്. ഈ ജാക്കറ്റ് ഇട്ട കാരണം ഡ്രസ്സ് കാണില്ല. ഇതൊക്കെ ഞാൻ നമ്മളെ വ്ളോഗിൽ കാണിച്ചിട്ടുള്ള, ഷോപ്പിംഗ് വ്ളോഗിൽ കാണിച്ചിട്ടുള്ള കമ്മലാണ്. അപ്പൊ എന്താ ബാക്കി അവള് കൊറേ വ്ളോഗിനെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോ അതിന് സമയമില്ല, അതൊക്കെ നമുക്ക് വീഡിയോ. കാരണം ഞാൻ അതിനൊക്കെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് റെഡി ആയി വന്നത്. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയണ്ടായിരുന്നില്ല, റെക്കോർഡ് ചെയ്ത പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അടുത്ത വ്ളോഗായിട്ട് നമ്മള് വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കും. അടിപൊളി ലോണാവാല വ്ളോഗ് കേട്ടോ. ബൈ.